സാന്ദ്ര തോമസ് കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞതുകൊണ്ട് മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ചു പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നോ സാന്ദ്ര തോമസ് പറഞ്ഞത്? എനിക്ക് തോന്നുന്നില്ല, അത് നുണയാണ്. കാരണം വെച്ചാല് മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല. മമ്മൂക്ക ഈ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്മാറുന്നു മാത്രമല്ല, അതുകൊണ്ട് ആ സാന്ദ്ര തോമസിന്റെ സിനിമയിൽ നിന്ന് പോലും പിന്മാറി എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ അത്? കാരണം വെച്ചാൽ അല്ല, മമ്മൂട്ടി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പിന്മാറണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. കാരണം മമ്മൂട്ടീനും മോഹൻലാലിനും ഒക്കെ വളരെ അടുത്ത് അറിയുന്നവരാണ്. അവരുടെ ക്യാരക്ടർ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാരണവശാലും മമ്മൂട്ടിയോ ഫോർ ദാറ്റ് മാറ്റർ മോഹൻലാലോ ഒരു കാരണവശാലും ഇതേപോലെ കാര്യങ്ങൾ ഇടപെടുകയില്ല. 100% അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമല്ല, ഒരിക്കലും സത്യമല്ല. മറ്റൊരു കാര്യം സാന്ദ്ര തോമസ് ഉന്നയിച്ചത്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നത് മുഴുവൻ ഗുണ്ടകളാണ്, തനിക്ക് ഇതുവരെയായും നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. നമ്മളെല്ലാവരും സാറിനെ പോലുള്ള ആളുകൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സാന്ദ്ര തോമസിന്റെ അഭിപ്രായത്തെ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്ത് ഗുണ്ടകളാണ് എന്ന് പറയുന്ന അഭിപ്രായത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ഞാനത് യോജിക്കുന്നില്ല. അങ്ങനെ ഗുണ്ടകളൊന്നും മലയാള സിനിമയിലില്ല. അത് പിന്നെ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഗുണ്ടകളുടെ ഗുണ്ടയാണ് ഞാൻ. അത് സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ വളരെ, കാരണം അങ്ങനെ ഒരു ഗുണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.